ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വിനീതമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ 2025 വർഷത്തെ ശനിയുടെ രാശിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അഷ്ടമശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളാണ് പറയുന്നത്. അഷ്ടമശനി എന്ന് പറഞ്ഞാൽ ജനിച്ച കൂറിൻ്റെ 8ാമത്തെ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയമാണ് അഷ്ടമശനി എന്ന് അറിയപ്പെടുന്നത്. ജനിച്ച കൂർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ കളങ്ങളിൽ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ രാശിയാണ് നമ്മുടെ ജന്മക്കൂർ എന്ന് പറയുന്നത്. 12 കളങ്ങളിലായിട്ടാണ് നമ്മൾ ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തുന്നത്. അതിൽ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാശിയിലാണോ ആ രാശിയാണ് നമ്മുടെ ജന്മക്കൂർ, അതായത് ചന്ദ്രരാശി എന്നാണ് പറയുന്നത്. അപ്പോൾ അഷ്ടമശനി വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് അഷ്ടമശനി എന്ന ദോഷമാണ് ഈ ശനി മീനം രാശിയിലേക്ക് മാറുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇപ്പം മൂലത്രികോണ ക്ഷേത്രമായ കുംഭത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സ്ഥാനം മാറും. 8ാം ഭാവം എന്ന് പറയുന്നത് ഒരു അനിഷ്ടഭാവമാണ്. എട്ടാം ഭാവത്തിൻ്റെ ആ രാശിയുടെ ശുഭത്വം എന്ന് പറയുന്നത് അതിൻ്റെ നാഥനായ ഗ്രഹത്തെയും അവിടെ നിൽക്കുന്ന ഗ്രഹത്തെയും ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ ലഗ്നത്തെ സംബന്ധിച്ചാണെങ്കിലും ചന്ദ്രരാശിയെ, അതായത് കൂറിനെ സംബന്ധിച്ചാണെങ്കിലും 8ാം ഭാവം എന്ന് പറയുന്നത് പൊതുവേ അനിഷ്ടതയുള്ള രാശിയാണ്, അല്ലെ ഭാവമാണ്. അപ്പോൾ 8ൽ ശനി സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുമ്പം പാപഗ്രഹമാണ് ശനി. ശനി ശുഭഫലം തരുന്നത് 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. ജന്മക്കൂറിൽ നിന്ന് 3, 6, 11 ഭാവങ്ങളിൽ ശനി ശുഭഫലമാണ് നൽകുന്നത്. 8ാം ഭാവത്തിൽ ശനി വരുന്ന കാലത്ത് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി ദോഷം വരുന്നത് കൊണ്ട് കാര്യതടസ്സം നിരന്തരമായിട്ട് വരും എന്നുള്ളതാണ് ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ലക്ഷണം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും പലതവണ ശ്രമിക്കേണ്ടി വരും. പരീക്ഷ എഴുതുമ്പോഴും ടെസ്റ്റ് എഴുതുമ്പോഴുമൊക്കെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള വിചാരത്തോടെയാണ് നമ്മൾ വരുന്നതെങ്കിലും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ജനിക്കുന്ന സമയത്ത് ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ മാത്രം കടന്നു പോകും, പരീക്ഷ കടന്ന് ജയിച്ചു പോകാനായിട്ട് സാധിക്കും. ജനിക്കുന്ന സമയത്തും ശനി ദോഷകരമായിട്ടാണ്. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അനുഗ്രഹവും കുറവാണെങ്കിൽ അയാൾക്ക് ഈ ഒരു കാലത്തിൽ, അഷ്ടമശനി കാലത്തിൽ കഠിനമായിട്ട് ജോലി ചെയ്താൽ പോലും അയാൾക്ക് ആ ഫലം ലഭിക്കണമെന്നില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പദവി നഷ്ടമോ അല്ലെങ്കിൽ അർഹിക്കുന്ന പദവി ലഭിക്കാനുള്ള കാലതാമസമോ ഉണ്ടായേക്കാം. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നാണ് അതിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ നെഗറ്റിവിറ്റി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ കരുതിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. സംരംഭങ്ങളും മറ്റും, വ്യാപാരം സംരംഭങ്ങൾ, അതുപോലെ ഫാക്ടറികൾ, പുതിയ ചെറുകിട വ്യവസായങ്ങൾ ഒക്കെ തുടങ്ങുന്നവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാരണം മാർക്കറ്റ് പിടിക്കാനൊക്കെ നല്ല പ്രയത്നം വേണ്ടി വരുന്നതാണ്. വ്യക്തിപരമായിട്ട് നല്ല കരുതൽ വേണ്ട കാലമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നല്ല കരുതൽ വേണ്ട സമയമാണ്. കാരണം പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈദ്യസഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് തേടാനായിട്ട് മടിക്കരുത്. പിന്നെ ഡോക്ടറെ കാണാം, നാളെ കാണാം, മറ്റന്നാൾ കാണാം, അങ്ങനെ ഒരിക്കലും വിടരുത്. രോഗലക്ഷണങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് രോഗമെന്ത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചികിത്സ ആരംഭിക്കുക. അതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഒരു തരം ഭയം നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബാധിക്കുന്ന ഒരു ഭയം, നാളെ എന്താണ്, ഒരു അനിശ്ചിതാവസ്ഥ പോലെയൊക്കെ തോന്നും. ചിലർക്കാണെങ്കിൽ മരണഭയമാണ് അനുഭവപ്പെടുന്നത്. പിന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന പല കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിടാം. ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകാതെ ബുദ്ധിമുട്ടുണ്ടാകാം. ഉറ്റവരുടെയും ഉടയവരുടെയൊക്കെ വേർപാടുകൾ അനുഭവിക്കാം. പിന്നെ വാഹനങ്ങൾ കൊണ്ട് അപകടമുണ്ടാകാം. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് കടക്കെണിയാണ്. കാരണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ സ്ഥാനം മാറി വരുന്നതനുസരിച്ച് ഫലങ്ങൾ മാറും. എങ്കിൽ പോലും ഈ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ ധനം പല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും നമ്മൾ കടക്കെണിയിൽ പെടാനുള്ള സാധ്യതയും ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു നിയന്ത്രണം വേണം. ചിലവാക്കുന്ന പണത്തിന് കണക്കെഴുതി വെക്കണം. എന്തിനാണ് പൈസ പോയതെന്ന് കുറേ കഴിയുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഏഴര ശനി ആരംഭിക്കുന്നത് മാർച്ച് അവസാനമാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ കണക്കുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ ദശാപഹാരങ്ങൾ നല്ലതാണെങ്കിൽ ഈ ദോഷഫലങ്ങൾക്ക് അല്പം കുറവ് വരും. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും നമുക്ക് ശനിദശയെ അല്ലെങ്കിൽ ശനി കൊണ്ടുള്ള ദോഷത്തെ, ശനി ദശയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും അഷ്ടമശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഒക്കെ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അതിജീവിച്ച് പോവുക എന്ന് പറയുന്നത് മാരകമായ ദോഷം അല്ലെങ്കിൽ പോലും നമുക്ക് വളരെയേറെ മനപ്രയാസവും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ശനിയുടെ വിവിധ രാശികളിൽ കൂടെയുള്ള സഞ്ചാരം. അപ്പോൾ ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീതിയുടെ ദേവതയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന പ്രപഞ്ചശക്തിയാണ് ശനി എന്നൊക്കെയാണ് സങ്കല്പം. എന്ന് പറഞ്ഞാൽ ഈ ശനിയുടെ എഫക്റ്റാണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മോചനമില്ല. ശനിയുടെ എഫക്റ്റിൽ നിന്ന് മോചനമില്ല. പൂർണ്ണ ആയുസ് ജീവിച്ച് തീർക്കുന്ന ഒരാൾക്ക് 3 തവണ ഏഴര ശനിക്കാലവും കടന്നു പോകും. അതുപോലെ തന്നെ അഷ്ടമശനിയും 3 തവണ കടന്നു പോകും. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പം ശനി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ വിവിധ അവസ്ഥകൾ. ഓരോ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് മാത്രം. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിയമപ്രശ്നങ്ങളാണ്. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പോലും നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന മാനസികാവസ്ഥ ഉണ്ടായേക്കാം. അതായത് അങ്ങനെ നിയമ നടപടി നേരിടേണ്ടി വരികയും മനസ്സിന് വേദന ഉണ്ടാവുകയും ചെയ്തേക്കാം, അയാൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ സ്നേഹബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടാകാം. പ്രണയ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിൽ ഒരു പിന്നോക്കം പോകുന്നതായിട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ കലാപ്രവർത്തനങ്ങൾ, നമ്മുടെ കഴിവുകൾ ഒന്നും വേണ്ടത്ര പ്രകടിപ്പിക്കാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാകാം. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പുറകോട്ടടിക്കൽ സ്വഭാവം നേരിടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പം നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വേറെന്തോ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എവിടെയോ എന്തോ പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജ്യോതിഷം പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് കാരണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന പല ഗ്രഹചലനങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഗ്രഹമാറ്റങ്ങളുടെ സമയം. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഇതാണ്: വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, ആയുധങ്ങൾ സൂക്ഷിക്കുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും സൂക്ഷ്മത വേണം. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതാണ് അഷ്ടമശനിയുടെ ഒരു പ്രധാന ഘടകം. ഈ അഷ്ടമശനി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗത്തെയും മരണത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തൂടെ ശനി സഞ്ചരിക്കുന്ന സമയം ഫലദീപിക പറഞ്ഞിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് എന്താണ്? സ്വസുത പശുസുഹൃത് ദ്വിത്വനാശം ആമയാദ്യം. മക്കൾക്ക് പ്രയാസങ്ങളുണ്ടാകാം. സുഹൃത്തുക്കളുമായിട്ട് തെറ്റിപ്പിരിയുക, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. വിത്തനാശം എന്ന് പറഞ്ഞാൽ സമ്പത്തിന് നാശം, പല വഴിക്ക് പണം ചിലവായി പോവുക. അതുപോലെ തന്നെ കടങ്ങൾ വന്ന് കൂടുക. ആമയാദിയും രോഗങ്ങൾ, വാദം കോപിച്ച് രോഗങ്ങൾ. ആയുർവേദ പ്രകാരമാണെങ്കിൽ വാദം പിത്തം കഫം ഇങ്ങനെ ത്രിദോഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ആ സമതുലിതാവസ്ഥ മാറുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ വാദത്തിൻ്റെ രോഗാവസ്ഥകൾ കൂടുതലായിട്ട് ശരീരത്തെ ബാധിക്കും. ശരീരവേദന, നടക്കാനുള്ള പ്രയാസം, സ്പീഡിൽ ഓടാനുള്ള കഴിവില്ലായ്മ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബാലൻസ് കുറവ്, ചെവിക്ക് ബാലൻസ് കുറയുക, ശിരസ് സംബന്ധമായ രോഗങ്ങൾ, പല്ലുകൾക്ക് രോഗങ്ങൾ, മുഖരോഗങ്ങൾ, ഇതൊക്കെ ശനിയുടെ ഈ ദോഷകാലങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാനിടയുള്ള രോഗങ്ങളാണ്. ഇതുകൂടാതെ ആന്തരികമായ രോഗങ്ങൾ, കരളിനെ, പ്ലീഹയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. പ്രധാനമായിട്ടും ശിരസ്സിനെയാണ് ബാധിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ.
അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് വേണമെങ്കിൽ സ്കാനും കൂടെ ചെയ്ത് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി രോഗം ഉണ്ടെങ്കിൽ ചികിത്സ തുടരുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേയും കൂടെ പറഞ്ഞു നിർത്താം. എപ്പോഴും ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ശനിദോഷം മാറാൻ വേണ്ടിയിട്ട് ശനീശ്വരനായ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് വഴിപാടുകൾ നടത്തി നമ്മൾ വിധിപ്രകാരം, അതായത് ശനീശ്വര ഹോമമോ ശനീശ്വരന് അർച്ചനയോ ശനീശ്വരന് എള്ളുതിരി തെളിയിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ, നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ശനിദോഷത്തിന് നല്ല കുറവ് ലഭിക്കുന്നതാണ്. ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാൻ ഒരു ചടങ്ങുകളുമില്ല, ഒരു കർമ്മങ്ങളുമില്ല. കാരണം ശനി നീതി എവിടെയെങ്കിലും നടപ്പാക്കിയല്ലേ പറ്റുള്ളൂ. കാരണം പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ആ നീതിയുടെ അച്ചുതണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അതാണ് ശനിയുടെ പ്രാധാന്യവും. ശനീശ്വരൻ എന്ന് ശനിയെ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ആ നീതി നടപ്പാക്കിയേ പറ്റുള്ളൂ. അതിൽ ഒരു അല്പം വേണമെങ്കിൽ അതിൻ്റെ ശക്തി കുറവ് ചെയ്യാം. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ മനസ്സർപ്പിച്ചുള്ള ചെയ്യുന്ന വഴിപാടുകൾ കൊണ്ടും, വഴിപാടുകളാണെങ്കിലും അതുപോലെ പ്രാർത്ഥനകളാണെങ്കിലും മന്ത്രജപമാണെങ്കിലും ഒക്കെ നമ്മുടെ എനർജി ഒരല്പം വർദ്ധിപ്പിക്കാനും ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് അല്പം മോചനം കിട്ടാനുമാണ് സഹായിക്കുന്നത്. അല്ലാതെ ശനിദോഷം പൂർണ്ണമായിട്ടും മാറ്റാൻ എത്ര കൊടി കെട്ടിയ വിദ്യകൾ പഠിച്ചവർക്കും സാധിക്കുകയില്ല. ശിവന് പോലും സാധിച്ചിട്ടില്ല. കഥകൾ നിങ്ങൾക്കറിയാമായിരിക്കും. ശിവന് പോലും ശനിദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കില്ല. പ്രപഞ്ച നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശനിയുടെ എഫക്റ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് എള്ളു പായസം സമർപ്പിക്കുക. എന്നിട്ട് അതവിടെ വരുന്നവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കണം പ്രസാദം. അപ്പോൾ എന്താണ്, നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു വരും. പിന്നെ പ്രധാന ചടങ്ങായിട്ട് നമ്മുടെ നാടുകളിൽ ചെയ്തു വരുന്നത് കാക്കയ്ക്ക് എള്ള് ചേർത്ത ചോറ് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ പച്ചരി നനച്ചിട്ട് എള്ളും കൂടെ ചേർത്ത് ഇങ്ങനെ കാക്കയ്ക്കായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിലേത് രീതിയാണ് നാട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. സാധാരണഗതിയിൽ എള്ള് ചേർത്ത് ചോറ് ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് അത് കാക്കയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ശബരീശ ദർശനം, ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ച പ്രത്യേകിച്ച് ദർശനം നടത്തുക. നീരാജനം പോലുള്ള വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. പട്ട് സമർപ്പണമൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് അഷ്ടമശനിയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഈ നീരാജനം നടത്തിയിട്ട് അന്നദാനം കൂടെ നടത്തുകയാണെങ്കിൽ, അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കൊന്നും വേണ്ട, മിക്ക ക്ഷേത്രങ്ങളിലും 3-4 പേർക്കൊക്കെ അന്നദാനം നടത്താനുള്ള കൂപ്പണുകളോ അല്ലെങ്കിൽ അതിന് രസീത് എഴുതിയോ പണം സ്വീകരിക്കാറുണ്ട്. അങ്ങനെ പലരുടെ പണം ഉപയോഗിച്ചാണ് ഒരുപാട് പേർക്ക് അവർ ഒരേ ദിവസം തന്നെ അന്നദാനം ചെയ്യുന്നത്. അപ്പം ക്ഷേത്രത്തിൽ മാത്രമല്ല, പള്ളികളിലും മോസ്കുകളിലും എല്ലാം അന്നദാനം നടക്കാറുണ്ട്, ഊട്ട് നേർച്ചയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഏതിൽ പങ്കെടുത്താലും മതി. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ദൈവികമായ സ്ഥാപനങ്ങളിൽ ഭക്ഷണം നൽകാനുള്ള ഊട്ട് നേർച്ചകൾക്ക് പണം നൽകുക. അപ്പം നിങ്ങളുടെ ഈ ശനിദോഷം വളരെയേറെ കുറയും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് നല്ലൊരു കുറവ് വരും. അതുകൊണ്ടാണ് ഈ വഴിപാട്, പായസം പോലുള്ള കാര്യങ്ങൾ ഒരു അല്പം വീതമെങ്കിലും അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഒരു റിലീഫ്, ഒരു ആശ്വാസം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. പിന്നെ ശാക്തേയ സമ്പ്രദായപ്രകാരവും പല ക്രിയകളുണ്ട് അഷ്ടമശനി ദോഷം മാറാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ നിങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ ചെയ്യുക. കളം പൂജ, വെള്ളാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 108 പന്തം ജപിച്ച് വെച്ചിട്ടുള്ള ക്രിയകളുണ്ട്. അപ്പോൾ ശാക്തേയ പൂജ എല്ലാവരും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. വളരെ പ്രാഗൽഭ്യമുള്ളൊരു ആചാര്യന് മാത്രമേ ശാക്തേയ പൂജകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന് ശാക്തേയ പൂജ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെയ്യുന്ന ആളിനും ബുദ്ധിമുട്ടാണ്, ചെയ്യിക്കുന്ന ആളിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നല്ല പരിണിതപ്രജ്ഞരായ നല്ല അവഗാഹമുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് മാത്രം പോയി അത്തരം കാര്യങ്ങൾ ചെയ്യിക്കാവുള്ളൂ എന്നുള്ളതൊരു ഇതായിട്ട് ഞാൻ പറയുകയാണ്, ഒരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. സാത്വിക പൂജയാണെങ്കിൽ അത്ര പ്രഗത്ഭനൊന്നും അല്ലെങ്കിൽ പോലും അയാൾ പൂജ ചെയ്താൽ ദോഷമായിട്ടൊന്നും വരുന്നില്ല. മറ്റേത് തെറ്റിപ്പോയാൽ ഒരല്പം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് നീല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. ആ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നീല നിറം
അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. നീല വസ്ത്രം ധരിക്കുക, നീലപ്പട്ട് സമർപ്പിക്കുക, ഇന്ദ്രനീലം പോലുള്ള രത്നങ്ങൾ ധരിക്കുക, ഇങ്ങനെയുള്ള പല വിധികൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ശനി മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ശനിയുടെ സ്തോത്രം ഉണ്ടല്ലോ, നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം. ഓം ശനീശ്വരായ നമ എന്നുള്ള സാധാരണ മന്ത്രം എല്ലാവർക്കും ജപിക്കാം. ഇതൊക്കെ 108 തവണ വീതം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് അഷ്ടമശനിക്കാലത്ത് വളരെ ഗുണകരമാണ്, മനസ്സമാധാനം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ വഴിപാടുകൾ ചെയ്താൽ മതി. നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അഷ്ടമശനി അനുഭവിക്കുന്നവർ ശാസ്താക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തിയാൽ വളരെ നന്നായിരിക്കും. ദർശനം നടത്തിയിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നാണയം സമർപ്പിച്ചിട്ട് പോന്നാലും മതി. ആ ദർശനത്തിനാണ് പ്രാധാന്യം. ഭഗവാനെ ഒന്ന് ദർശിക്കുക. ശനി ദോഷത്തിൽ നിന്ന് മുക്തി നൽകാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ശാസ്താവിനാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ഹനുമാൻ സ്വാമിക്കാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനും ഹനുമാൻ സ്വാമിക്കും വഴിപാട് ചെയ്യുക. അതോടൊപ്പം തന്നെ ശാസ്താവിനൊരു നീരാജനം കൂടെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ ആണെങ്കിൽ ഇതോടൊപ്പം തന്നെ, അതായത് ശാസ്താവിന്, ഹനുമാൻ സ്വാമിക്ക്, ഗണപതി ഭഗവാന് എല്ലാം ചെയ്തിട്ട് കുടുംബദേവതയ്ക്കും വഴിപാട് ചെയ്ത ശേഷം വേണം മംഗളകർമ്മങ്ങൾ നടത്താനായിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ, അഷ്ടമശനി കാലത്തിൽ കൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ ഇനിയിപ്പം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ കുറയാൻ ശനീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ധർമ്മശാസ്താവും മറ്റ് ദേവതകളൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സുഖകരമായ ഒരു കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.